നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വൈജ രാജീവനോട് ശിവശങ്കരനോടും പറഞ്ഞു, അതെ ക്യാഷൊക്കെ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു, അല്ല അപ്പം നീ ബാലേന്ദ്രനോടൊപ്പം ജീവിക്കുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങേരോടൊപ്പം ജീവിക്കാനോ? അവൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് പറ്റില്ല. എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിട്ട് അവിടെ താമസിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ശിവേട്ട എന്നൊക്കെ ഇങ്ങനെ വൈജ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, നീയോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. നിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അപ്പം ഞങ്ങളോടാണോ നീ ഇത് പറയണമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ഞാനൊരു തെറ്റ് ചെയ്തു, ബാലേന്ദ്രനെ തെറ്റ് ചെയ്തു. പക്ഷെ അത് അവിടെയും കൂടെ തീർന്നു. പിന്നെ ബാലേന്ദ്രനാണ്ടെ ഇപ്പോഴും പെണ്ണിനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ മക്കളെയൊന്നും കൊണ്ടുവന്നിട്ടില്ല, പെണ്ണിനെ ആണിനൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എന്താണോ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. ഓ അങ്ങനെയാണെന്ന് രാജീവ് ചോദിച്ചു. അതെ, എൻ്റെതായൊരു വ്യക്തിത്വമുണ്ട്, അതിനകത്ത് കൈ കടത്താൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. അതിപ്പം എൻ്റെ ആങ്ങളമാരാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ ഭർത്താവാണെങ്കിലും ശരി, അതിനകത്തേക്ക് കൈയെടുത്താൻ പറ്റുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നീ തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണം വൈജയ് എന്ന് പറഞ്ഞു. അതെന്താ ശിവേട്ട അങ്ങനെ പറഞ്ഞേ? രാജീവൻ പറഞ്ഞു, നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് പറയാം. നീ വിളിച്ചു കഴിഞ്ഞപ്പം ദേ വിമാനത്തിൽ കയറി ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്. ഇനി ഞങ്ങളെ വിളിച്ചേക്കല്. പിന്നെ നിന്റെ 2 മക്കളെ കൊണ്ടുപോയി കടപ്പാട്ട് വീട്ടിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി വൈജ ചോദിച്ചു, അതെന്താ അവരെ അവിടെ കൊണ്ടുപോയി വിട്ടേന്ന് ചോദിച്ചു. എന്താന്നോ, ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകും, പിന്നെ അവരെ നോക്കാൻ ആരാ ഉള്ളത്, അതുകൊണ്ട് അവരെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളും നിനക്കുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇത് കേട്ടിഞ്ഞപ്പോൾ വൈജു പറഞ്ഞു, ഓഹോ ഇങ്ങനെ തന്നെ വേണം, കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കിടക്കുന്ന എന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോകുവാണല്ലേ? അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, നിന്റെ കൈയും കാലും അല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, നിന്റെ നാക്കിന്റെ നീളം ഉണ്ടല്ലോ, അത് മാത്രം മതി നിനക്ക് ജീവിക്കാനായിട്ട്. ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. ഞങ്ങൾ പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ, അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് ചെയ്തോ. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുക, ക്യാഷ് എന്തായാലും കൃത്യമായിട്ട് ബാലേന്ദ്രന് കൊടുത്തിരിക്കണം, അതിനൊരു വീഴ്ച പറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് വൈജ പറഞ്ഞു. വൈജയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവരും കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും വൈജ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കിടന്ന് ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് അലീന ബാലേന്ദ്രനും കൃഷ്ണമോൾക്കുള്ള ചായയൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവച്ച് അലീന അവിടെ ഇരുന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ പത്രമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പത്രത്തിന് പേപ്പർ അലീനയ്ക്കും വായിക്കാനായിട്ട് കൊടുത്തു. ആ സമയത്ത് അലീന ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ രേവതിക്കുട്ടി ഒന്ന് കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ വിശേഷം? അല്ല അത് ഞാൻ കുറച്ച് നാളായില്ലേ അവളെ കണ്ടിട്ട്, അവളെ കാണണം, ചിന്നുമോളെയൊക്കെ ഒന്ന് കാണണം. അല്ല അപ്പം ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ കൃഷ്ണമോളുണ്ടല്ലോ, ഭവിതയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല അപ്പം നീ പോയിട്ട്? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അച്ഛാ, അവളെ കാണാൻ കൊതിയായിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാ ശരി ആയിക്കോട്ടെ, പോയിട്ട് പോരേന്ന് പറഞ്ഞു. അല്ല എന്നാ പോന്നേ? ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം പോകണമെന്ന് ആലോചിക്കണേ. ശരി ശരി ആയിക്കോട്ടെ. അല്ല നീ ചായ കുടിച്ചോന്ന് ചോദിച്ചു. ചായ കുടിച്ചില്ല, ചായ കുടിക്കണമെന്ന് പറയാം. എന്നാ ഇനി പോയി ചായ കുടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അലീന ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയുടെ ഫോണിലേക്ക് മനുശങ്കർ വിളിക്കുകയാണ്. അപ്പം മനുശങ്കർ ബെഡ്റൂമിൽ പോയിട്ടാണ് വിളിക്കണേ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന കോളെടുത്തു. ആ മനുവേട്ടാന്ന് വിളിക്കുകയാണ്. അല്ല നീ എന്തെടുക്കുമായിരുന്നു? ഞാൻ എന്തെടുക്കാനാ, പതിവ് പോലെ തന്നെ, പതിവ് ജോലിയിൽ അടുക്കളയിൽ. ഓ നിനക്ക് അവിടുന്ന് ഒരു മോചനം ഇല്ലേന്ന് ചോദിച്ചു. മോചനം ഉണ്ടെന്ന് പറയണേ. എപ്പോഴും? അതെ, അങ്ങനെ മോചനം കിട്ടുന്ന സമയത്ത് ഞാൻ ഓടി ബാത്റൂമിലേക്ക് പോകും കുളിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ മോചനം കിട്ടുന്ന സമയത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന ആഹാരം കഴിക്കും. അല്ലെങ്കിൽ അച്ഛനോടും കൃഷ്ണമോളും കുറച്ച് സംസാരിക്കും മോചനം കിട്ടുന്ന സമയത്ത്. പിന്നെ മോചനം കിട്ടും എപ്പോഴാണെന്നറിയോ? രാത്രി 11 മണി തൊട്ട് രാവിലെ 5 മണി വരെ, അത് മോചനമായിരിക്കും. അപ്പം നല്ല ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു, അതെ കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല മനുവേണ്ണ ഇത് എവിടെയാ? ഞാൻ കൈതക്കൽ മാളി വീട്ടില്, എൻ്റെ ബെഡ്റൂമില്. അല്ല മനുവേണ്ണ ജോലിക്കൊന്നും പോകണ്ടേ? എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ ആ ബാംഗ്ലൂർ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 മാസത്തിലൊരിക്കലേ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ സമയത്താണ് എന്ത് ചെയ്യാൻ, ആ കഴക്കൂട്ടത്ത് പോയിട്ട് ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നേ. അതോടുകൂടിയിട്ട് എറണാകുളത്ത് ഇൻഫോം പാർക്കിലേക്ക് മാറി. എന്നിട്ടോ അവിടെ നിന്നാലും ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലേക്ക് വരണം. ഇപ്പം ഭയങ്കര ഹോം സിക്നെസ് ആയി പോയില്ലേ എന്ന് പറഞ്ഞു. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? അത് കടപ്പാട്ടൂർ വീട്ടിലേക്ക്. അല്ല കടപ്പാട്ടൂർ വീട്ടിലേക്ക് എന്തിനാ വരുന്നേ? അവിടെ ആയിട്ട് എന്താന്ന് ചോദിച്ചു അലീന.
അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അത് പിന്നെ ഈ വടക്ക് നോക്കി യന്ത്രം പോലെയാന്ന് പറയണം. വടക്ക് നോക്കി യന്ത്രം? അതേന്നേ, അതിൻ്റെ നീഡിൽ ഇപ്പോൾ ഒരിടത്തേക്ക് മാത്രം തിരിയുന്നുള്ളെന്ന് പറഞ്ഞു. അതെങ്ങോട്ടാ? അതേ, കടപ്പാട്ട് വീട്ടിലേക്കാന്ന് പറയണം. ഭൂമിയുടെ അച്യുതൻ്റെ തിരിയുന്നു പറഞ്ഞു കണക്ക്. അച്യുതൻ്റെ അവിടെയല്ലേ ഇരിക്കുന്ന കടപ്പാട്ടൊരു വീട്ടില്, അപ്പം അവിടേക്കാണെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ട അത് പിന്നെ. അപ്പോഴേക്കും മനുഷ്യങ്ങൾ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബബിതയുടെയും രോഹിത്തിൻ്റെയൊക്കെ ഇടപെടൽ എങ്ങനെയുണ്ട്? വല്ല മാറ്റവും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അതൊക്കെ പതുക്കെ പതുക്കെ മാറിക്കോളും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ മനുഷ്യങ്ങൾ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് അലീന ആ കാര്യം ഓർക്കുന്നത്. മനുവേട്ട, ഞാൻ മറ്റന്നാളെ രേവതിക്കുട്ടിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ, എറണാകുളത്തിന്. ആണോ? മറ്റന്നാളല്ലേ? അതെ, ഞാൻ മറ്റന്നാൾ ഓഫീസിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം. അത് വേണ്ട, മനുവേട്ട ഇൻഫോം പാർക്കിലേക്കല്ലേ പോകുന്നേ? എനിക്ക് പാലാരിവിടത്തിന് പോണ്ടേ. അതിനെന്താ, ഞാൻ നിന്നെ കൊണ്ടേ ആയിക്കോളാം. അത് ശരിയാവോ മനുവേട്ട? അത് ശരിയാകത്തില്ല. ദേ അലീന, നിന്റെ കോംപ്ലക്സ് അതിപ്പോഴും നിന്നെ കൊണ്ടുവിട്ടോ, അതങ്ങോട്ട് മാറ്റണം. നീ കടപ്പാട്ട് വീട്ടിലെ ജോലിക്കാരിയല്ല, എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോളാ നീ. അപ്പം ആ ഒരു ഓർമ്മ നിനക്ക് വേണം. അത് ശരിയാവോ മനുവേട്ട? നമ്മളങ്ങനെ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് ശരിയാണോ? ഇത്ര പെട്ടെന്ന് തന്നെ അതൊന്നും ഒരിക്കലും ശരിയാന്ന് എനിക്ക് തോന്നില്ല. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അതെ, എനിക്ക് അച്ഛനോട് ചോദിക്കണം. അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്കിളിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിള് 100 വട്ടം സമ്മതമാണെന്ന് പറയും. പിന്നെ കൃഷ്ണമോൾക്ക് സമ്മതമായിരിക്കും. പിന്നെ ആരോട് ചോദിക്കാനാ? ബാക്കിയുള്ളവരെല്ലാവരെ ശത്രുക്കളല്ലേ ഉള്ളത്. വേറെ ആരോടും നിനക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അച്ഛനോടൊന്നും ചോദിക്കാതെ അങ്കിളിനോടൊക്കെ വേണം ഞാൻ ചോദിച്ചോളാം. നീ ചോദിച്ചാലും അങ്കിളിന് സമ്മതമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മനുഷ്യങ്കർ ഇങ്ങനെ ആലോചിച്ച് കിടക്കുക. നാളത്തെ കഴിഞ്ഞത്തെക്കുറിച്ച് അവളെയും കൊണ്ട് പോകണം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കറിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലീന ഒരു പലചരക്കടയിലേക്ക് വന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. അരി 50 കിലോ, അരിപ്പൊടി 10 കിലോ, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നീട് കടക്കാണ്ട് പറഞ്ഞു, എല്ലാ സാധനങ്ങളും ഇല്ലേ ലിസ്റ്റുള്ള? എല്ലാം ഉണ്ടെന്ന് പറയണം. അതെ, കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തരണം കേട്ടോ ചേട്ടാ. ഡിസ്കൗണ്ടോ? അതെ, ഇത് ഒരു അനാഥ മന്ദിരത്തിലേക്കുള്ള. അനാഥ മന്ദിരത്തിലോ? വൃത്തസാധനം ഇവിടെ അടുത്തുള്ള. ഏത്? അതെ, സ്നേഹക്കൂട്ടെന്ന് പറയണേ. സ്നേഹക്കൂട്ടല്ല, സ്നേഹക്കൂടാരെന്ന് പറഞ്ഞു. അവിടേക്കുള്ളതാണോ? ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടാ, ഒരു ഓട്ടോറിക്ഷയും കൂടെ വിളിച്ചു തരണം ഇതൊന്ന് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി ഇവിടം വരുമെന്ന് പറഞ്ഞോന്ന് പറഞ്ഞു. ഒരു ഓട്ടം പോകാനെന്ന് പറയണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോ ഡ്രൈവർ അങ്ങോട്ട് വന്നു. എന്താ ഈ സാധനങ്ങളൊക്കെ ആ സ്നേഹക്കൂടാനും വരുമെന്ന് കൊണ്ടുപോകണമെന്ന് പറയാം. ദേ, എൻ്റെ വണ്ടി സാധനം കയറ്റാനുള്ളതല്ല, ആൾക്കാരെ വിളിച്ച് ആൾക്കാരെ കൊണ്ട് പോകാനുള്ളതെന്ന് പറഞ്ഞു. എടാ, ഇതാ സ്നേഹക്കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, നീ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അല്ല, ഇതാര് പറഞ്ഞിട്ടാ? അതെ, ആ നിൽക്കുന്ന പെങ്കൊച്ചാന്ന് പറയണം. അലീനയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. പിന്നീട് കടക്കാരൻ പറഞ്ഞു, ഇതൊന്ന് കയറ്റി വെക്കാനൊക്കെ സഹായിക്കാൻ പറയണം. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അല്ല എത്ര രൂപയാവും ഓട്ടോ ചാർജ് എന്ന് ചോദിച്ചു. 250 രൂപ. കാരണം ഇപ്പം ഞാൻ കയറ്റി വെച്ചു, അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇറക്കിയും കൊടുക്കണ്ടേ, അപ്പം പിന്നെ അതിന് ചാർജ് വേണേ. ലോഡിങ് ആൻഡ് അൺലോഡിങ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലല്ലേ, കുറയ്ക്കാൻ പറ്റുമോ ഏട്ടാന്ന് ചോദിച്ചു. കുറയ്ക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ സാധനം ഇറക്കി വെച്ചോ, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, സാധനം കയറ്റി പോയില്ലേ, പോവാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അലീനയോട് പറഞ്ഞു, ഓട്ടോ ചാർജ് ഒന്നും കുറച്ചേക്കരുത്. ഓട്ടോ ചാർജ് ഒന്നും കുറയ്ക്കില്ല ഏട്ടാന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ വൈജയുടെ മുറിയിലേക്ക് എന്ന് അപ്പോഴേക്കും കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈജി ചോദിച്ചു, അല്ല നീ ഇന്ന് ട്യൂഷന് പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ പോയില്ല, ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അമ്മയെ കാണാൻ വേണ്ടിട്ടോ? എന്നെ കാണാൻ വേണ്ടിട്ടോ? ഇങ്ങനെ കിടക്കുന്ന എന്നെ കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ സന്തോഷിക്കുമല്ലേ എൻ്റെ ഈ വീഴ്ച. അത് കേട്ടപ്പം ബാലേന്ദ്രനെ ഒന്ന് കൃഷ്ണമോള് നോക്കി. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയി പോവാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എങ്ങോട്ട്? അല്ല, നിനക്ക് വീട്ടിലേക്ക് വരാം, ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയ പോരെ, നോക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് അലീന ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവളാണ് എന്നെ നോക്കാൻ പോകുന്നതല്ലേ? അതെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണേ വേണ്ട, വേറെ ഹോം നേഴ്സിനെ നിർത്താം. നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക്, അവളുള്ള വീട്ടിലേക്ക് ഞാൻ വന്ന് നിൽക്കണമല്ലേ, എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി നിങ്ങളുടെ വീട്ടുകാരും ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോളോട് പറഞ്ഞു, കൃഷ്ണമോളെ നമുക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രനെ വിളിച്ചിട്ട് വൈജി പറഞ്ഞു, അവിടെ നിൽക്കാൻ പറയണം. എന്താ?
ആ ഒരു കവർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താ ലെറ്റർ ബോംബോന്ന് ചോദിച്ചു. ലെറ്റർ ബോംബൊന്നും അല്ല, നിങ്ങൾ കഴിഞ്ഞ ഒരു ബില്ല് തന്നില്ലായിരുന്നോ, അതിനകത്ത് തുക മൊത്തം ഉണ്ട്, ചെക്കുണ്ട്, കൊണ്ട് മാറിക്കോളാൻ പറയണം. ബാലേന്ദ്രൻ അത് തുറന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് പോരല്ലോ വൈജയെന്ന് പറയണം. പോരെന്നോ? അതെ, സുലോചനയും സുനന്ദയൊക്കെ ഇവിടെ വന്ന് നിന്നായിരുന്നല്ലോ, അവർക്കൊരു 25,000 വെച്ച് കൊടുക്കണം. പിന്നെ ഗോവർദ്ധനും കൊടുത്ത ഒരു 25,000. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ പറഞ്ഞു, കൊടുത്തോളാം, എല്ലാവരുടെയും കണക്ക് തീർത്ത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ കണക്ക് ഞാൻ തീർക്കുന്നുണ്ടെന്ന് പറയണം. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, അതിന് നീ ഒരു 6 ജന്മം കൂടെ ഇനി ജനിക്കണം എൻ്റെ കണക്ക് തീർക്കാനായിട്ട്. എൻ്റെ കണക്ക് നിനക്ക് തീർക്കാൻ പറ്റില്ല വൈജയ്, അങ്ങനെ തീർക്കാൻ പറ്റുന്ന കണക്കല്ല നിനക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് ബാലേന്ദ്രനെ നോക്കി. പിന്നീട് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറഞ്ഞു, വാ മോളെ എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വൈജയന്തിക്ക് നല്ല ദേഷ്യമായി കട്ടക്കലിപ്പോടുകൂടി വൈജയന്തി ആ പോക്ക് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.